ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് വന്നോന്ന്. അതിന്റെ കഥകളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ സമയം ഏകദേശം 8:15 നല്ല രീതിയിൽ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ പോണ വഴിക്ക് ബാക്കി കഥകളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കുമരകത്തേക്കാണ്. പോവാനുള്ള മെയിൻ കാരണം ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് അമ്മയുടെ വീട്ടിലെ കുടുംബ സംഗമമാണ്. കുടുംബ സംഗമം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ. അപ്പം നമ്മള് കസിൻസ് ഒക്കെ ഇപ്പൊ വലുതായി അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒന്നും പേരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയില്ല. അപ്പം പരസ്പരം കാണുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ അമ്മയുടെ വീട്ടുകാർ കുടുംബം മൊത്തം ഉള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയും ബോർഡറിലാണ്. അതായത് മെയിൻ ആയിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. അപ്പം കോട്ടയത്ത് ഡിസ്ട്രിക്റ്റിലെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവരവിടുന്ന് രാവിലെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ആലപ്പുഴയിലായതുകൊണ്ടാണ് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് കാറിന് പോകുന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ കാറിന് പോകുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് നോർമലാണ്. ബോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്ഥിരം കായലും ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഇതില്ല. എന്താ പറയാ, ബോട്ടിങ്ങിന് പോകണം അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അവർക്കെന്ന് പറയുമ്പോഴത്തേനും അവർ ആ കോട്ടയം ആ ഭാഗത്ത് അല്ലെങ്കിൽ ഇടുക്കിയുടെ ബോർഡറിലായതുകൊണ്ട് അവർക്കിത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് ഫാമിലി ആയിട്ടൊരു ഗെറ്റ് ടുഗെദർ. ഇപ്പൊ രാവിലെ എനിക്കൊന്ന് 9:30 തോന്നുന്നല്ലേ, 9:30 ബോട്ടിൽ കയറേണ്ടത്. സോ നമ്മൾ ഇവിടുന്ന് ഒരു 8:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ പോവാണ്. പിന്നെ മസ്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അത് പെട്ടെന്നുള്ള ബുക്കിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു വരുന്ന വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അനിയന്റെ ക്ലാസ് വേഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോ അങ്ങനെയാണ് നമ്മള് വേഗം തന്നെ ഇവിടെ എത്തി. അവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇത് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള. അപ്പൊ നമുക്ക് കുറച്ച് റിയൽ ടോക്കിലേക്ക് വരാം. ടോക്കിംഗ് അബൌട്ട് കണ്ടന്റ് ക്രിയേഷൻ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, എൻ്റെ ഇൻസ്റ്റ പബ്ലിക് ആക്കുന്നു, ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നു ഒട്ടും പ്രതീക്ഷിച്ച ഒരാളെ അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട്, അതായത് ടിക്ടോക്ക് ബാൻ ചെയ്യണതിന് മുന്നേ വരെ വീഡിയോസ് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്. പണ്ട് ഞാൻ പാട്ടിനൊക്കെ ലിപ്സിങ് കൊടുക്കുമായിരുന്നു, ഓഡിയോസിന് ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ അപ്പോഴാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ എന്താ പറയുക യുദ്ധമൊക്കെ ആയിട്ട് നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തത്. അപ്പോൾ ടിക്ടോക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്നും ഇൻസ്റ്റയിൽ റീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യായിരുന്നു. ആ ടൈമിലാണ് ഞാൻ റിപ്പീറ്റിന് പോകുന്നതും. റിപ്പീറ്റിന് പോയാലും നമ്മൾ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഇടയ്ക്ക് വരുമ്പോൾ റീലൊക്കെ ഇടുമായിരുന്നു. പക്ഷെ കോളേജിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലൈക്ക് പീപ്പിൾ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ എം ഡൂയിങ് ടിക്ടോക്ക്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ബോയ്സ് കളിയാക്കുമായിരുന്നു, ഇതൊക്കെ ചെയ്യുന്നത് ക്രിഞ്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴോ അവരുടെയൊക്കെ കളിയാക്കൽ കൊണ്ടോ എൻ്റെ മടി കൊണ്ടോ അല്ലെങ്കിൽ എനിക്കുണ്ടായൊരു എന്താ പറയുക, എന്താ ഇനി പറയുന്നത് എനിക്കറിയില്ല, എന്തോ ഒരു കാരണം കൊണ്ട് ഞാനതങ്ങ് നിർത്തി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ വന്ന സമയത്ത് എൻ്റെ അടുത്ത് അമ്മ പറയായിരുന്നു, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, നീ വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ, എല്ലാവരും ചെയ്യണതാണ്, നല്ല രസമുണ്ട്, നീയും ചെയ്യുക, നല്ല ഉണ്ടാവും. അപ്പം അന്നൊക്കെ ഈ BDS കോഴ്സിന് കയറി സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഒന്നും വേണ്ട, ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി വിടുമായിരുന്നു. പിന്നെ നമ്മുടെ കോളേജിലെ ഫങ്ഷൻസ് കാര്യങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെയായിട്ട് മാത്രമേ ഒതുങ്ങി. സത്യം പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ അമ്മ എന്നെ നിർബന്ധിച്ചു, നീ ചെയ്യും, ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എന്താ ഇടണ്ടേന്ന് അറിയില്ല, എനിക്ക് എങ്ങനെ തുടങ്ങണം എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഷീ വാസ് എ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നെ വീഡിയോ ഇടാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്താ പറയുക, നീ അതെടുക്ക്, നീ ഇതെടുക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 30-31 വീഡിയോസ് ഉണ്ട്. അത്രയും വീഡിയോസ് ഇടുന്നത് പോലും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. പക്ഷേ എനിക്ക് അതിലും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സ് ആയിരുന്നു.
എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി. പക്ഷെ അവരെന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് അവർ വീഡിയോസ്, അതായത് എന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല ഇതുവരെ. നീ എന്താ അവളങ്ങനെ വീഡിയോ ഇടുന്നു, ഇവളിങ്ങനെ വീഡിയോ ഇടുന്ന പറഞ്ഞാൽ ജഡ്ജ് ചെയ്തിട്ടില്ല. കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കോളേജിലുണ്ടായിരുന്ന നോൺ മല്ലു ഫ്രണ്ട്സ് ഓൾ ഓഫ് എ സഡൻ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. വി ആർ സീയിങ് യുവർ വീഡിയോസ് ആൻഡ് യു ആർ ഗുഡ് ഇൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പം ഐ ഫെൽറ്റ് ഹാപ്പി. ഓക്കെ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് അത്ര മോശമല്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. ഐ ഡോണ്ട് നോ, ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോസ് എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. And thanks to people, I think we have grown to 311 subscribers now. ആൻഡ് താങ്ക്സ് ടു യു പീപ്പിൾ. ആൻഡ് പിന്നെ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ ആൻഡ് പെയിനെ പറ്റി വീഡിയോ ഇടണമെന്ന്. ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പം ഒരു മെഡിക്കലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് തരുമ്പോൾ ഐ ഷുഡ് സ്റ്റഡി അബൌട്ട് ദാറ്റ്. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് വീഡിയോ ബാക്കി, ഇതുപോലുള്ള വീഡിയോസൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ ചെയ്യാം. നമ്മളൊരു വീഡിയോയുടെ മുന്നിൽ നമുക്ക് വന്നിരുന്ന് ബ്ലാബർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ് വീഡിയോ. ആൻഡ് യെസ്, നമ്മൾ ഫൈനലി നമ്മുടെ ഹൗസ് ബോട്ടിലെത്തി. നമ്മൾ താഴത്തു നിന്ന് തെന്നി മാറി. ആൻഡ് ഒരു അടിപൊളി ഹൗസ് ബോട്ടായിരുന്നു. എനിക്കൊരു സൂര്യ ഹൗസ് ബോട്ട് എന്തോ ആയിരുന്നു അതിൻ്റെ പേര് എന്ന് തോന്നുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായൊരു ഹോളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേനും ഒരു 3 മുറിയുണ്ട്. അവിടെ എല്ലാവരും ഓരോരുത്തർ കയറി ഭയങ്കര ബഹളമായിരുന്നു. സത്യം പറഞ്ഞാൽ മുതിർന്നവർ തൊട്ട് ഏറ്റവും ചെറിയ ആൾ വരെ ആ ട്രിപ്പിലുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിരുന്നു. അവിടെ നമുക്ക് ഫുഡ് അവിടെയാണ് നമുക്ക് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഉച്ചക്കത്തെ ഫുഡും നമ്മൾ വൈകിട്ട് 4 മണിക്കത്തെ ഫുഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർക്ക് അവിടെ ഒരു വലിയ കിച്ചണും കൂടെ ഉണ്ട് ഏറ്റവും അവസാനത്തെ സ്ഥലത്ത്. ആൻഡ് ദിസ് ഈസ് ദ ഡൈനിങ് ഏരിയ. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. എന്താ പറയുക, ഈ ട്രിപ്പ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഹാപ്പിനെസ് തന്നൊരു ട്രിപ്പാണ്. ഇത് കഴിഞ്ഞ് വന്നപ്പം എനിക്കൊരു റിഗ്രറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് പിന്നെയും കോൺസ്റ്റൻ്റ്ലി ടെല്ലിങ് ദാറ്റ് വാസ് നൈസ് ട്രിപ്പ്, ഇനി ഇങ്ങനത്തെ ട്രിപ്പ് വേണം എന്ന്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഭയങ്കര അടിപൊളി ട്രിപ്പ് ഉണ്ടാവുക എന്നാണ്. ബട്ട് അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇങ്ങനെയുള്ള ട്രിപ്പ് പോകുമ്പോഴും വളരെ അടിപൊളിയായിരുന്നു. ആൻഡ് വി ഹാഡ് എ ചെറിയ സെക്ഷൻ ലൈക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തുക, എല്ലാവരുടെ ഫാമിലിയും പരിചയപ്പെടുത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് അത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ആൻഡ് എന്താ പറയുക, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നത്. ആൻഡ് എവ്രി വൺ വാസ് ലൈക്ക് എൻജോയിങ്. ഞാൻ വീഡിയോ എടുത്ത് പിന്നീട് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും, ഒരാൾ പോലും മാറിയിരുന്നിട്ടില്ല. എല്ലാവരും കൈകൊട്ടുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്തൊരു ടൈമായിരുന്നു. താങ്ക്സ് ടു ഓൾ ഫാമിലി മെമ്പേഴ്സ്. ഇത് അത്ര നല്ല അടിപൊളി ഒരു ട്രിപ്പായി മാറ്റിയതിന്. ഒരു 10 to 4 വരെ ഉള്ളൊരു, എനിക്ക് 6 hours ആണെന്ന് തോന്നുന്നു. നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ചോറ് കഴിക്കാൻ വന്നു. ചോറ് കഴിക്കുന്നത് ഫുള്ള് ഞാൻ പറഞ്ഞ ഡൈനിങ് ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ചോറും പുളിശ്ശേരിയും സാമ്പാറും തോരനും അച്ചാറും മീൻകറിയും കരിമീൻ വറുത്തതും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 4 മണിക്ക് നമുക്ക് ചായയും പഴംപൊരി അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റ് കൂടിയിട്ട് ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയില്ല. ചോറ് കഴിച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ മുണ്ടക്കയത്തേക്കും പോയി. ഞങ്ങൾ നേരെ 3 പേരും കൂടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക്, എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എൻ്റെ അനിയനാണ്. എൻ്റെ അമ്മ എന്നോട് കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് നിന്നതുപോലെ തന്നെ എൻ്റെ അനിയനും നല്ല സപ്പോർട്ടാണ്. ആക്ച്വലി അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുത്തു തരാറുള്ളത്. ആൻഡ് താങ്ക്സ് ടു ഹിം. ഇനിയും ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ബൈ.